എന്താമ്മേ? തകർത്തു മോളെ, പൊളിച്ചടുക്കി. സത്യം പറഞ്ഞ പത്രം കണ്ട അമ്മ ഞെട്ടിപ്പോയി. നാളത്തെ പത്രം നോക്കണം. ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇതായിരിക്കും ഞാൻ വിചാരിച്ചതേയില്ല. അമ്മ നോക്കിക്കോ, കൃഷ്ണമൂർത്തിയുടെയും രേണുകയുടെയും കള്ളത്തരങ്ങൾ നമ്മൾ ഓപ്പണായി പൊളിച്ചെടുക്കും. ഇതൊരു തുടക്കം മാത്രം അമ്മേ. ഞാനിപ്പോ പൂർണ്ണമായിട്ടും ഒരുങ്ങിത്തന്നെയാ മോളെ. എനിക്കിപ്പോ എന്തോ പുതിയൊരു ശക്തി കിട്ടിയിരിക്കുന്നു. ആ ശക്തി എന്റെ അപർണ മോള. തമ്മിൽ മനസ്സിലാക്കുന്ന രണ്ടുപേർ ഒരുമിച്ച് ചേർന്ന അവരെ എളുപ്പത്തിൽ ആർക്കും തോപ്പിക്കാനാവില്ല. അതെനിക്ക് ഇപ്പൊ മനസ്സിലായി മോളെ. ആ, അമ്മ രേണുകയെ ഇടയ്ക്കിടയ്ക്കൊന്ന് കാണേണ്ടി വരും. ഇടയ്ക്കിടയ്ക്കോ? ദിവസം തോറും വേണമെങ്കിലും ഞാൻ ചെന്ന് കാണാം. ഞാൻ പറഞ്ഞില്ലേ മോളെ, എനിക്കിപ്പോ ഡബിൾ ശക്തിയാ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് മോള് പറയണം. അതനുസരിച്ച് വേണം അമ്മയ്ക്ക് നീങ്ങാൻ. മോള് ശ്രീകൃഷ്ണനാ. തേര് തെളിക്കുന്നു, ഇല്ലാതാക്കേണ്ട ദുഷ്ടരെ ചൂണ്ടിക്കാണിക്കുന്നു. നിഗ്രഹം അമ്മ ചെയ്തോളാം. ഓക്കെ അമ്മേ, ഞാൻ വൈകിട്ട് വിളിക്കാം. ശരി മോളെ. അമ്മയ്ക്ക് അച്ഛനോട് ദേഷ്യമാണെങ്കിലും അച്ഛൻ അങ്ങനെ വിരോധം അമ്മയോടില്ല. അല്ലെങ്കിൽ പിന്നെ വിവാഹ വാർഷികം ഇത്ര ഗ്രാൻഡായിട്ട് പത്രത്തിൽ കൊടുക്കും. അല്ല, അത് അച്ഛൻ പരസ്യം കൊടുത്തു, എന്നിട്ട് അത് തുറന്ന് സമ്മതിക്കാനോ അച്ഛന് മടി. എന്തായാലും ഞാനൊരു കേക്ക് വാങ്ങിക്കൊണ്ട് വരാൻ പോവാ. നമുക്ക് ഇവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യാം. എന്താ? അത് കൊള്ളാം, അത് പൊളിക്കും. ഇപ്പൊ അമ്മ ദേഷ്യം കാണിച്ച് നിൽക്കുകയാണെങ്കിലും നമുക്ക് അമ്മയെ കൂടെ വിളിക്കാം. അമ്മ വരൂന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഷർട്ടൊക്കെ അലക്കാൻ കൊടുത്തപ്പോ തന്നെ അമ്മയ്ക്ക് ദേഷ്യമായിരുന്നു. അതെ, ഒന്നും വേണ്ട, കേക്കും വേണ്ട, സുധാമണിയെ വിളിക്കുകയും വേണ്ട. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. മറിക്കടാ. ഇതെന്താ ഇത്? കേക്ക്. മൂർത്തിയേട്ടന്റെ വലിയ മനസ്സ് എനിക്ക് ഇപ്പോഴാ മനസ്സിലായേ. ഓ, പത്രത്തിലെ ഈ പരസ്യം കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ മൂർത്തിയേട്ടനെ ഒരു പരുക്കൻ മനുഷ്യനായിട്ടാ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്രയും ലോലമായ മനസ്സാണ് മൂർത്തിയേട്ടന്റെ മനസ്സെന്ന് ഞാനത് ഇപ്പോഴാ മനസ്സിലാക്കിയത്. ഞാൻ പുണ്യവതിയ, ഭാഗ്യവതിയ. എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാനൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ മുന്നില് നമുക്കത് കട്ട് ചെയ്യാം മൂർത്തിയേട്ടാ. നമ്മുടെ ജീവിതത്തിലെ മനോഹരമായ ദിവസമല്ലേ ഇത്? വേണ്ട വേണ്ട വേണ്ട, ഇതൊന്നും ഇവിടെ പറ്റില്ല. ഒരു സന്തോഷല്ലേ അച്ഛാ, നമുക്ക് കേക്ക് മുറിക്കാം. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോനെ. അല്ല പിന്നെ ഹേയ്, അതൊന്നും ശരിയാവില്ല. അച്ഛൻ പരസ്യം കൊടുത്തതല്ലേ, എന്തിനാ കൊടുത്തേ? എന്തായാലും കേക്ക് മുറിക്കാച്ചാ. അങ്ങനെ ചോദിക്കും മോളെ. എന്നെ ഒരുപാട് ആക്ഷേപിച്ച ആളാ ഈ നിൽക്കുന്ന നിങ്ങളുടെ അമ്മ. എന്നെ ഒരുപാട് അപമാനിച്ചു, അപവാദം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് വേണ്ട. എന്താ മൂർത്തിയേട്ടാ ഇത്? ഞാൻ തെറ്റ് സമ്മതിക്കുന്നു. കുറ്റം ചെയ്യാത്ത ആരാ ഈ ഭൂമിയിലുള്ളത്? ആരും തെറ്റ് ചെയ്യും. ഞാൻ മൂർത്തിയേട്ടനെ ഒരുപാട് വേദനിപ്പിച്ചു. അതിനൊക്കെ പ്രായശ്ചിത്തം പോലെയാ ദാ ഞാനിവിടെ നിൽക്കുന്നത്. നമുക്ക് കേക്ക് മുറിക്കാം മൂർത്തിയേട്ടാ. എന്നാ പിന്നെ നിങ്ങളെല്ലാം കൂടെ ആഘോഷിക്കും. ഞാൻ പോകും. സാറേ, അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ കേക്ക് മുറിക്കണ്ട. അതെ, അച്ഛന് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ ആഘോഷിക്കുന്നേ? ശരി, കേക്ക് മുറിക്കുന്നില്ല പോരെ. പക്ഷെ ഒരൊറ്റ കാര്യം, കേക്ക് മുറിക്കാൻ സമ്മതിക്കുന്നത് വരെ ഞാൻ ഈ മുറി തന്നെ ഉണ്ടാവും. ഒരു സത്യാഗ്രഹം പോലെ. അനുവാദം കിട്ടിയിട്ടേ ഞാൻ പുറത്തു പോകും. അമ്മേ, അച്ഛൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അമ്മ എന്തിനാ നിർബന്ധിക്കുന്നേ? പറയാനുള്ളത് ഞാൻ പറഞ്ഞു. കേക്ക് കട്ട് ചെയ്തിട്ടേ ഞാൻ പോവും.
അച്ഛാ, അമ്മ കേക്ക് കട്ട് ചെയ്യട്ടെ? അതെ അച്ഛ, അച്ഛൻ പരസ്യം കൊടുത്തോണ്ടല്ലേ എല്ലാത്തിനും കാരണമായത്. എന്തായാലും കേക്ക് കട്ടിയാ അച്ഛാ നമുക്ക്. നിങ്ങളുടെയൊക്കെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ കേക്ക് മുറിക്കട്ടെ. പക്ഷേ എന്നേക്കുമായി എന്നെ തോൽപ്പിച്ചു എന്നാലും കരുതണ്ട. അയ്യോ, എന്താ മൂർത്തിയേട്ടാ ഇത്? എന്റെ ഭർത്താവിനെ ഞാൻ തോൽപ്പിക്കേ? എടാ, ഇതൊക്കെ അങ്ങോട്ട് മാറ്റി. മൂർത്തിയേട്ടാ, നമുക്ക് ഒരുമിച്ച് വേണം കേക്ക് കട്ട് ചെയ്യാൻ. എന്റെ ക്ഷമ പരീക്ഷിക്കില്ലേ? മൂർത്തിയേട്ടൻ ചൂടാവുന്നത് കാണാനാ ഒരു ഭംഗി. മക്കളെ വാടാ, ഇതൊക്കെ തുറന്നു കൊടുക്ക്. വാ മൂർത്തിയണ്ണ, അച്ഛാ, വാ അച്ഛാ. വാന്ന്. എടാ മക്കളെ, പാട്ടൊക്കെ പാടിക്കോട്ടോ. റെഡിയായിക്കോ. കൈ ഇങ്ങ് തന്നെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കട്ട് ചെയ്തോളൂ. ഇനി ഈ പീസ് എടുത്തിട്ട് എനിക്ക് തരൂ. ഇനി ഞാൻ തരാം. താൻ കരുതിയിരുന്നു. എന്റെ കളികൾ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെയുണ്ട്. എല്ലാരും ഇപ്പൊ ഇങ്ങനെയാ ചെയ്യാറ് അല്ല മക്കളെ? നല്ല രസം. ഇനി നിങ്ങൾ എല്ലാരും കഴിച്ചോളൂ. മൂർത്തിയേട്ടാ, ഞാൻ പോട്ടെ. സത്യത്തിൽ ഇവിടെ ഇപ്പൊ എന്താ നടന്നത്? അവൾ എന്നെ അവഹേളിച്ചതാ. അച്ഛൻ പരസ്യം കൊടുത്തോണ്ടാ ഇങ്ങനെയൊക്കെ നടന്നത്. പറഞ്ഞില്ലേ, ഞാനല്ല പരസ്യം കൊടുത്തത്, അവളാ അതൊക്കെ ചെയ്തത്. അവൾ എന്നോട് പ്രതികാരം തീർക്കുക. എല്ലാരും ഒന്ന് പുറത്തേക്കാവോ? സാഗർ, ഇപ്പം എടുക്കാനായല്ലോ. എന്താടോ, എന്താ കേക്കൊക്കെ? എന്താ മൂർത്തി? അവൾ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എന്നോട് കളിച്ചാൽ അവളെ തോൽക്കുള്ളൂ. എന്താടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? കാര്യങ്ങൾ പുറത്തറിഞ്ഞോ? അവളുടെ ഒരു വിവാഹ വാർഷികം. വൈകാതെ അവളുടെ ചരമവാർഷികം ഞാൻ ആഘോഷിക്കും. ഹലോ, പത്രപരസ്യത്തിന് പിന്നിലെ ആളെ കിട്ടി. ആരാ അത് ചെയ്തത്? അവൾ തന്നെ, സുധാമണി. സുധാമണിയോ? പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും അവൾ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോ ഒന്നൊന്നായി പകരം വീട്ടുകയാ. ബുദ്ധിപരമായി കുടുക്കിലാക്കാൻ നോക്കുകയായിപ്പോ. ഇതാ ഇപ്പൊ കേക്ക് വാങ്ങി വന്ന് എന്റെ മുന്നിൽ വെച്ച് കട്ട് ചെയ്തു. പിള്ളേരെ കൊണ്ട് കൈയടിപ്പിക്കുകയും ചെയ്തു. വലിച്ചെറിയാത്തതാ അവളുടെ മുഖത്തേക്കത്. പറഞ്ഞില്ലേ, അപ്പോൾ കുട്ടികളുണ്ടായിരുന്നു. അവളുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്ത് കണ്ടിട്ടാണ് അവളുടെ ചാട്ടമെന്ന് നോക്കാം. ഹലോ അമ്മേ. ഹലോ മോളെ. കേക്ക് മുറിക്കൽ തകർത്തു, ഏട്ടിച്ചു. കിടുങ്ങി വിറച്ചിരിക്കുക മൂർത്തിയണ്ണൻ. ബാലു, സാഗറും മീനാക്ഷിയൊക്കെ അവിടെ ഉണ്ടായിരുന്നോ? കൊള്ളാം, എല്ലാരും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ മോളെ, എനിക്ക് ഇങ്ങനെയെല്ലാം പെരുമാറാൻ സാധിക്കുമെന്ന് സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, കൃഷ്ണമൂർത്തിയെ പോലുള്ള ഭർത്താക്കന്മാർക്കെതിരെ ഈ രീതി തന്നെ പ്രതികരിക്കണം. അമ്മേ, പിന്നെ വേറൊരു കാര്യം. എന്താ മോളെ? ആദർശനെ കുറിച്ചുള്ള സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ആണ് മോളെ? 2 ദിവസത്തിനുള്ളിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അമ്മേ, അവൻ കുഴപ്പക്കാരനാ. പക്ഷെ മോളെ, മീനാക്ഷിക്ക് അവനെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ. അതാണ് അമ്മേ അവന്റെ മിടുക്ക്. എന്തായാലും
അമ്മ ഒരു ദിവസം വരണം. അതിനിടയ്ക്ക് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ആ നമ്മുടെ മൂർത്തി അണ്ണനെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. ആണോ അമ്മേ? അതെ മോളെ, മൂർത്തി അണ്ണൻ ഇന്ന് വീട്ടിൽ വരുമ്പോ ഒരു അടിപൊളി സ്വീകരണം കൊടുക്കാനുള്ള ഒരുക്കത്തിലാ ഞാൻ. എന്ത് സ്വീകരണം? അതൊക്കെ ഉണ്ട്. ഞാൻ ഗണേശനെയൊക്കെ ഒന്ന് കാണുന്നുണ്ട്. ശരി മോളെ, വെക്കട്ടെ എന്നാ. ഓക്കെ ഓക്കെ അമ്മേ. ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ നടക്കട്ടെ. അടുത്ത എന്താന്ന് നമുക്ക് രാത്രി ചർച്ച ചെയ്യാം. ഓക്കെ? അച്ഛാ, ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു. ബാഗൊക്കെ എവിടെ? സാഗരേട്ടൻ വണ്ടി കൊണ്ട് വെച്ചു. ആ, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം അച്ഛാ. ഞാൻ അങ്ങോട്ട് വരണോ മക്കളെ? ഡിസ്ചാർജ് ആയ മറ്റെങ്ങോട്ടെങ്കിലും പോകാനായിരുന്നു എന്റെ തീരുമാനം. ഞാൻ കാരണം എന്റെ മക്കൾ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അച്ഛൻ വന്നു ഇങ്ങോട്ട്. അല്ല മോളെ, അമ്മയ്ക്ക് ഇഷ്ടാവില്ല. പിന്നെ വെഡിങ് ആനിവേഴ്സറി നടത്തിയതോ കേക്ക് മുറിച്ചതോ? അച്ഛൻ വാ അച്ഛാ. അച്ഛ ഇങ്ങ് വന്നേ, വാ നമുക്ക് പോവാം. വാ വാ അച്ഛാ. അച്ഛാ, വാ, ഞങ്ങളില്ലേ കൂടെ. പതിയെ പതിയെ വാ. ഈ മാലേ ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. സുധാമണി, അറിയാലോ, കാര്യങ്ങൾ കൊഴുപ്പിക്കണം. ഞാൻ ഏറ്റു സുധേ. അയാളുടെ ക്രൂരത നേരിട്ട് കണ്ടവനാ ഞാൻ. അന്നേ എന്നെ ഭീഷണിപ്പെടുത്തി അപർണയ്ക്കെതിരെ പറയിപ്പിച്ചു. ഇത് ഞാൻ ഏറ്റു. സുധാമണി പറയും ആഘോഷമൊന്നും വേണ്ട, പക്ഷെ നമ്മൾ സമ്മതിക്കരുത്. ഇത് നമ്മുടെ സന്തോഷമാ. നമ്മളിത് ആഘോഷം. അതെ അതെ. സുധാമണി മാറി നിന്നാലോ? നീ വന്നേ. ഏയ് ഗണേശ, വേണ്ടപ്പ. ഇന്ന് പറ്റില്ല, വിവാഹ വാർഷിക അത് സൂപ്പർ ആക്കണം. അതെ, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കൃഷ്ണമൂർത്തി സുധാമണി ദമ്പതികൾക്ക് ഒറ്റവീട് കോളനിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാനൊരു ലൈവ് പോവാണേ. ഒറ്റവീട് കോളനിയിലെ കൃഷ്ണമൂർത്തി അങ്കിളും സുധാമണി ആന്റി വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സുധാമണി ആന്റി. എനിക്കും മൂർത്തിയേട്ടനും ആശംസകൾ അർപ്പിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. വളരെ സന്തോഷം നിറഞ്ഞ ദാമ്പത്യമായിരുന്നു ഞങ്ങളുടേത്. ഇത്രയും സ്നേഹം നിറഞ്ഞൊരു ഭർത്താവിനെ കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു ഭാര്യയുടെയും ജന്മപുണ്യമാണ്. എന്താ ഇത് അങ്ങോട്ട് പറയുന്നേ? മൂർത്തിയേട്ടൻ അങ്ങനെയാ, വലിയ നാണക്കാരനാ. കണ്ടില്ലേ, ലൈവ് ഒന്നും വേണ്ടാന്ന് പറയുന്നത്. എന്താ മൂർത്തിയേട്ടാ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? അതങ്ങോട്ട് ഓഫ് ചെയ്തേ. എന്താ ഇത്? എന്താ ഇവിടെ നടക്കുന്നത്? ഇന്നലെ മൂർത്തി സാറിന്റെ സുധാമണി ചേച്ചിയുടെ വിവാഹ വാർഷികമായിരുന്നില്ലേ, അത് ആഘോഷിക്കുക. മൂർത്തി സാറ് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി പാർട്ടിയൊക്കെ ഉണ്ട്. ഇവരുടെ ഒരു സന്തോഷല്ലേ മൂർത്തിയേട്ടാ, നമുക്കങ്ങ് സമ്മതിച്ചു കൊടുക്കാം. ആശുപത്രിയിൽ നിന്ന് ക്ഷീണിച്ചു വരിക, അതിനിടയ്ക്ക് ഇങ്ങനത്തെ കോപ്രായങ്ങളൊന്നും വേണ്ട. അച്ഛാ വേണ്ട. അച്ഛൻ ഇങ്ങനത്തെ ആഘോഷങ്ങളൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാ. അച്ഛന് ഇഷ്ടമല്ലാത്തത് മനഃപൂർവ്വം എന്തിനാ ചെയ്യുന്നത്? ഗണേശ മാമ, രാത്രി ഇനി പാർട്ടി ഒന്നും വേണ്ട. അയ്യോ, എല്ലാവർക്കും സന്തോഷമാണെന്ന് വിചാരിച്ചിട്ടാ പാർട്ടിക്ക് ഓർഡർ ചെയ്തത്. 25,000 രൂപയാ ബഡ്ജറ്റ്. അഡ്വാൻസ് ഒക്കെ കൊടുത്തു. 25,000 ഞാൻ തരാം. എല്ലാം ക്യാൻസൽ ചെയ്തേക്കണം. അയ്യോ, 25,000 രൂപ വെറുതെ ഇങ്ങ് കളയാന്ന് വെച്ചാ കഷ്ടല്ലേ മൂർത്തിയേട്ടാ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഗണേശമ്മ, അംബികേച്ചി, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. അച്ഛാ, അച്ഛൻ വന്നേ. ശരി, മൂർത്തിയേട്ടൻ ഇത്രയും വാശി പിടിക്കുന്നത് കൊണ്ട് നമുക്കിനി ആഘോഷങ്ങൾ ക്യാൻസൽ ചെയ്യാം. എല്ലാരും പൊയ്ക്കോളൂ.
ഇതെന്റെ കഴുത്തിൽ കിടക്കും. ആ മോളെ, അമ്മ ഞാൻ ലൈവ് ഇപ്പൊ കണ്ടതേ ഉള്ളൂ. കലക്കിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട്. ഓൾ ദി ബെസ്റ്റ് അമ്മ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. പോട്ടെ, അച്ഛൻ കാര്യാക്കണ്ട. എന്ത് കാര്യാക്കണ്ടെന്ന്? കേക്കുമായിട്ട് ആശുപത്രി വന്നപ്പോ കരുതി അമ്മയ്ക്ക് ശരിക്കും സന്തോഷാന്ന്. പക്ഷെ ഇപ്പൊ തോന്നുന്നു ഒക്കെ അച്ഛനെ കളിയാക്കാൻ വേണ്ടിട്ടാണ്. ഞാൻ ചോദിക്കും, ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് വരാം. വേണ്ട, അതൊന്നും വേണ്ട. അതെ, ഒക്കെ അപർണ ജയിക്കുന്നതാ. അപർണയാ എല്ലാത്തിന്റെയും പിറകിൽ. അപ്പു അങ്ങനെയൊന്നും പറയില്ല. ആര് പറഞ്ഞു ഏട്ടാ? അച്ഛൻ കൊല്ലാൻ ചെന്നു കള്ളം പറഞ്ഞ ആളല്ലേ? ഏട്ടനോട് തർക്കിക്കാൻ വന്ന ആളല്ലേ? അപർണേച്ചി തന്നെ ഇതിന്റെയൊക്കെ പിന്നിൽ. അതെ ഏട്ടാ, എനിക്ക് അപർണേച്ചി എന്ന് പറഞ്ഞ അമ്മയുടെ സ്ഥാനമായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ആയതിനു ശേഷം സത്യത്തിൽ എനിക്ക് കണ്ടൂടാ അപർണേച്ചി. ആ, നിങ്ങൾ ബാലുവിനെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. ചിലരങ്ങനെയാ. ഭാര്യമാർ നമുക്കെതിരെ നിന്നാലും അക്കാര്യം നമുക്കറിയില്ല. അവസാനം തിരിച്ചറിയുമ്പോ ഒക്കെ കൈവിട്ട് പോയിട്ടുണ്ടാവും. എന്റെ കാര്യം തന്നെ നോക്ക്. സുധാമണിയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പൊ എനിക്കെതിരെ ഓരോ ആരോപണങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പൊ ഇതാ എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നു. വിവാഹ വാർഷികം, ജന്മദിനം അങ്ങനെയൊക്കെ സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ എന്നെ കളിയാക്കാനാ. എനിക്ക് നിങ്ങളോട് ഒരപേക്ഷയുണ്ട്. സാഗറിനോട് ഞാനിതൊക്കെ പറഞ്ഞിരുന്നു. സാഗറിന് ഇതൊക്കെ കുറച്ച് മനസ്സിലായിട്ടുമുണ്ട്. എന്താ അച്ഛാ? ഇങ്ങനെ ജീവിച്ച് മടുത്തു പോലെ ഞാൻ. നിങ്ങളൊക്കെ കൂടി ശ്രമിച്ച് എനിക്കൊരു വിവാഹമോചനം വാങ്ങിത്തരണം. അയ്യോ അച്ഛാ, അതൊന്നും വേണ്ട അച്ഛാ. അതെ, ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. സാഗറും ഇത് തന്നെ പറഞ്ഞു. പക്ഷെ മക്കളെ, ഇപ്പൊ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ ഭൂമിയിൽ തന്നെ കാണില്ല. അച്ഛൻ എന്നോട് ഇങ്ങനെയൊക്കെ തന്നെയാ പറഞ്ഞത്. ഞാൻ സത്യം പറയാ മക്കളെ, എന്നേക്ക് പോയി പോകാൻ ഞാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു. സാഗറിനറിയാം അതൊക്കെ. അച്ഛാ, അച്ഛന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വരട്ടെ, കുറച്ച് ദിവസം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. ആരോഗ്യമൊക്കെ ഒന്ന് തിരിച്ചു കിട്ടട്ടെ. എന്നിട്ട് ഞങ്ങൾ തന്നെ അമ്മയോട് സംസാരിക്കാം. അത് മതി. നിങ്ങളൊരു ഉറപ്പ് തന്നാ മതി. ഡിവോഴ്സ് വാങ്ങിത്തരുമെന്ന് നിങ്ങൾ ഉറപ്പ് തന്നാൽ മാത്രം മതി. എനിക്ക് സന്തോഷമായി മോനെ. അച്ഛനെ ഇനി ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ എന്തായാലും അമ്മയോട് പറയാം. ശക്തമായിട്ട് തന്നെ പറയാം. ഇപ്പൊ തന്നെ അത് പറഞ്ഞേക്കാം. അച്ഛൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നിങ്ങൾ വാ.